എന്നും ഒരേ രീതിയിൽ തന്നെ ചിക്കൻ കറി വെക്കാതെ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് സോഫ്റ്റ് ആയതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഇറച്ചി മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും ഒരു തക്കാളി അരച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയൊരു ഈ സ്റ്റേജിൽ നമുക്ക് 500 ഗ്രാം ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ 500 ഗ്രാമാണ് ചിക്കൻ എടുത്തിട്ടുള്ളത്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട, ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇത് നല്ലതായി തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കന് നല്ല രീതിയിലൊന്ന് വെന്ത് കഴിഞ്ഞാൽ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ച് ഇതേപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നല്ല